SIR-ന്റെ പേരിൽ പയ്യന്നൂരിൽ നടന്ന BLOയുടെ ആത്മഹത്യ വളരെ ഗൗരവതരമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കണം. കാരണം അതിൽ CPM പ്രവർത്തകരുടെ പങ്ക് കൂടി ഉണ്ട് എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ വെളിപ്പെടുത്തുന്നത്. കോൺഗ്രസിൻ്റെ BLA ഈ SIR-ന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ BLO കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു CPM നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾ. പിന്നെ ഈ ജോലിയുടെ ഭാരവും എല്ലാ സമ്മർദ്ദവും ഇതാണ് ഈ ആത്മഹത്യയ്ക്ക് ഇട നൽകിയത് എന്നാണ്. അതുകൊണ്ട് ഗൗരവതരമായ അന്വേഷണം സർക്കാർ നടത്തണം, ബോധ്യം വരുന്ന തരത്തിൽ അന്വേഷണം നടക്കണം. ഇലക്ഷൻ കമ്മീഷൻ കുറേ കൂടെ ഗൗരവമായി ഈ വിഷയത്തെ പഠിക്കണം. കാരണം BLOമാർ വ്യാപകമായി സംസ്ഥാനത്തുടനീളം പരാതിയാണ്. അവർക്ക് അമിതമായ ജോലിഭാരമാണ്. ഭൂരിഭാഗം പേര് സ്ത്രീകളായിട്ടുള്ള ആളുകളാണ് BLOമാർ. അവർക്ക് ഈ ജോലി ചെയ്ത് തീർക്കാൻ കഴിയുന്നില്ല. 3 പ്രാവശ്യം ഒരു വീട്ടിൽ പോകണമെന്നാണ് പറയുന്നത്. 700 മുതൽ 1500 വോട്ട് വരെ പല ബൂത്തുകളിലുണ്ട്. മാത്രമല്ല ഇതിനെ ഈ BJPയും CPM-ഉം ഇതിനെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് അനുഭാവ വോട്ടുകൾ അല്ലെങ്കിൽ UDF അനുകൂല വോട്ടുകൾ ചേർക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. BJP ദുരുദ്ദേശത്തോടു കൂടി SIR നടപ്പാക്കുമ്പോൾ ആ ദുരുദ്ദേശത്തെ പ്രായോഗിക തലത്തിൽ വേറൊരു തരത്തിൽ നടപ്പാക്കിയാണ് CPM കേരളത്തിൽ ചെയ്യുന്നത്. അതിനെ ഞങ്ങൾ അതിശക്തിയായി എതിർക്കും. നിയമപരമായും രാഷ്ട്രീയമായും SIR വഴി നീതിപൂർവമായ സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് നടപടികളെ അട്ടിമറിക്കാനുള്ള ശ്രമത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യും. ഒരു സംശയമില്ല കാര്യത്തിൽ. രണ്ടാമത്, എന്താണ് BJPയിൽ നടക്കുന്നത്? BJPയിൽ നടക്കുന്നത് ഇപ്പോൾ 2 ആത്മഹത്യകൾ കഴിഞ്ഞു BJP പ്രവർത്തകരുടെ. മൂന്നാമതൊരു ആത്മഹത്യാ ശ്രമം നടന്നു. ഈ ആത്മഹത്യയിൽ ഉടനീളം കുറിപ്പുകളിൽ പറയുന്നത് വളരെ കരിനിഴൽ വീണ BJP നേതാക്കളുടെ സാമ്പത്തികമായ ബന്ധങ്ങളെക്കുറിച്ചാണ്. സാമ്പത്തികമായിട്ടുള്ള ഷെയ്ഡി ആയിട്ടുള്ള ഏർപ്പാടുകൾ BJP നേതാക്കൾ നടത്തിയതാണ് ഈ 2 ആത്മഹത്യ ചെയ്തവർ 2 പേരും പുറത്തു പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല BJPയുടെ ഈ നഗരത്തിലെ തലമുതിർന്ന നേതാവായ MS കുമാറും ഗുരുതരമായ ആരോപണമാണ് BJP നേതൃത്വത്തിനെതിരായി ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് പഠിക്കാൻ വരുമ്പോൾ BJPയുടെ നേതാവാണ് MS കുമാർ. ഇപ്പോൾ വന്ന പുതുതലമുറയിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയതായി വന്ന BJPയിൽ വന്ന ആളുകളല്ല, പഴയ തലമുറയിൽപ്പെട്ട BJP നേതാക്കളാണ്. അവരാണ് പുതിയ നേതൃത്വത്തെക്കുറിച്ച് ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചത്. ഈ ആരോപണങ്ങളിലും ഈ സാമ്പത്തിക ഇടപാടുകൾ